അതൊരു ചോദ്യമാണ്. അതിനകത്തുള്ളത് 2025 അമെൻമെന്റ് ആക്ടിലാണ് അത് പറയുന്നത്. സുപ്രീം കോടതിയിൽ ആ കേസ് ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. എന്നാൽ പെൻഡിങ് ഉണ്ട്, അതിന് സ്റ്റേ കിട്ടിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. സ്റ്റേ കിട്ടാത്ത കാലത്തോളം പെൻഡിങ് ആയ കേസാണെങ്കിലും നിയമം അതുപോലെ നടക്കണം എന്നതാണ് അതിൻ്റെ അപേക്ഷ. അങ്ങനെ വരുമ്പോൾ ഇതും കൂടി രണ്ടുപേരെ ചേർക്കണം. ആ രണ്ടുപേരെ ചേർക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ ആലോചനകൾ നടക്കും. മാത്രമല്ല ആ രണ്ടുപേരെ ചേർക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അത് പഠിച്ച് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യും. പക്ഷേ അതിലിടക്ക് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വേണ്ടി വരികയുമില്ല. ചെയ്തു. അത് കേസിലെ പ്രേയർ എന്തെന്ന് നോക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ കേസിന്റെ പ്രേയർ അങ്ങനെയാണ് പോയത്. അതന്നെ അങ്ങനെ തന്നെ 2 തരത്തിൽ അതിന് പ്രേയർ ഉണ്ടാവുമല്ലോ. ആ പെറ്റീഷന്റെ പ്രേയർ ഉണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബാധിക്കാത്തത് കൊണ്ട് അത് അന്യായമാണ്, നിയമവിരുദ്ധമായ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണമെന്നായിരുന്നു. നേരെ മറിച്ച് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പ്രേയർ 2 പേര് ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കൊണ്ട് ആ 2 പേരെ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് എന്നതായിരുന്നു പ്രേയറെങ്കിൽ അങ്ങനെയായിരിക്കുമായിരുന്നു വിധി വരിക. അത് അവിടെ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ്. പക്ഷെ സുപ്രീം കോടതി അത് വീണ്ടും തന്നെ എന്ത് ചെയ്തു, ഇവർക്ക് ആ സ്റ്റേ ഹൈക്കോടതി ക്യാൻസൽ ചെയ്തു. പക്ഷെ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. ഇപ്പൊ സുപ്രീം കോടതി സ്റ്റേയിലാണത്, ഫംഗ്ഷനിലാണ്. തമിഴ്നാട് സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഹൈക്കോടതി ക്യാൻസൽ ചെയ്തു. അതിന്റെ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തു. കാരണം നിയമപൂർവമല്ല അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്തു. പക്ഷെ ആ ഒരു ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ തീരുമാനത്തിന് സ്റ്റേ കൊണ്ടുവന്നു. ഇറ്റ് മീൻസ് അതിപ്പോൾ ഫംഗ്ഷനിലാണെന്ന് അർത്ഥം. ഇത് ഒരു ക്വാസി ജുഡീഷ്യറി സംവിധാനം ആയതുകൊണ്ടേ അങ്ങനെ കോമൺ ആയിട്ട് ഒരു ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല. വിഷയം എന്തെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന് അനുസരിച്ച് അതിനൊരു മറുപടി പറയാനേ കഴിയുള്ളൂ. കാരണം എല്ലാറ്റിനും ഒരേ ഉത്തരമായിരിക്കില്ല, വ്യത്യസ്തമായ ഉത്തരങ്ങൾ പലതിലും അർഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ പിന്നെ സങ്കീർണമായ അവാന്തര വിഭാഗങ്ങളെ കെട്ടിമണഞ്ഞു കിടക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ബോർഡിന്റെ യോഗത്തിലായിരിക്കും ആ വിശദമായ ചർച്ച നടക്കുന്നത്. അതിന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തീരുമാനമായിരിക്കും നമ്മൾ ആ കാര്യത്തിൽ കൈക്കൊള്ളുക. അതായിരിക്കും നയപരമായ തീരുമാനം. ഏതാ ഒന്ന് പറയൂ, എന്താണ് വിഷയം പറയൂ. ഓക്കെ. To be examined. Take a decision by the board. അങ്ങനെ ഒന്ന് അത് നിയമത്തിന് വിരുദ്ധമാണത്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. വഖഫ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൈവശം നഷ്ടപ്പെടുമെന്ന് കണക്കാക്കി വഖഫിന് പിന്മാറ്റാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് വിരുദ്ധമായേക്കാം. അല്ലെങ്കിൽ ആ വഖഫ് നാമയിലോ മറ്റോ എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അത് വൈയക്തികമാണ് വിഷയങ്ങൾ. ഇല്ല, അതുമില്ല. അവർക്ക് ആവശ്യപ്പെടാമെന്നല്ല അതിലുള്ളത്. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു, വളരെ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. വഖഫ് ചെയ്ത ആ വസ്തു ഫാറൂഖ് കോളേജിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ മതപരമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നാണ്. അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് ഈ കുടുംബത്തിലേക്ക് തിരിച്ച് വന്നു ചേരും എന്നാണ്. ഇവർക്ക് ആവശ്യപ്പെടാൻ ക്ലെയിം അല്ല അത് വന്നു ചേരും. അതെ, അല്ലല്ല, അവിടെ അങ്ങനെയല്ല. വഖഫ് ഡിഫീറ്റ് ചെയ്യാവുന്ന കണ്ടീഷൻ അതിൽ വന്നിട്ടില്ല. ആ കണ്ടീഷൻ ഉള്ളത് വഖഫിന്റെ സാധുതയെ നേരിട്ട് ബാധിക്കുന്ന കണ്ടീഷനുകൾ വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അതല്ല,
വഖഫ് ചെയ്ത ഉദ്ദേശം നടപ്പാകാതെ വരികയാണെങ്കിൽ ഇന്ന് മാത്രമേ ഉള്ളൂ. ഇത് വഖഫ് ഇവിടെ വഖഫ് ഇപ്പോഴും ഫാറൂഖ് കോളേജുണ്ട്. മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. അതില്ലാത്ത കാലം ആ കോളേജ് പിരിച്ചുവിടുകയോ ആ കോളേജ് ആർക്കെങ്കിലും വിറ്റ് ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരില്ലല്ലോ. അപ്പോഴത് ആരാണോ കൊടുത്തുള്ളത് അവരുടെ കുടുംബ പരമ്പരയിലേക്ക് വന്നു ചേരും എന്നാണ് അതിൻ്റെ ഒരു നരേഷൻ. കണ്ടീഷണൽ വഖഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ അതെ അല്ല, കണ്ടീഷണൽ വഖഫ് പറ്റും എന്ന് പറഞ്ഞാലേ വഖഫിന് എല്ലാ കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. വഖഫിന് അതിലൊരു കണ്ടീഷനും ഇല്ല. അത് ആ കണ്ടീഷൻ ഏതിനാണ് കണ്ടീഷൻ എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. വഖഫ് ഉപയോഗിച്ച് ഉദാഹരണത്തിന് പറയാം, ഞങ്ങളിത് ഫാറൂഖ് കോളേജിനെ ഏൽപ്പിക്കുന്നുവെന്നും ഫാറൂഖ് കോളേജ് ഇതുകൊണ്ട് ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നും ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ വഖഫിനെയാണ് കണ്ടീഷൻ. ഇതല്ല, വഖഫ് ക്ലിയർ കട്ട് വഖഫാണത്. പക്ഷേ വഖഫ് കഴിഞ്ഞതിന് ശേഷം വഖഫ് തന്നെയാണെന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. പക്ഷേ വഖഫ് ഒരു കാര്യം ഒന്നുകൂടി, പുതിയ ചെയർമാൻ ചാർജ് എടുത്തു വന്ന സമയത്ത് വല്ലാതെ കോൺട്രവേഴ്സിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അതിന് ക്ലാരിഫൈ ചെയ്യാണ്. വഖഫ് ചെയ്തത് ക്ലിയർ കട്ട് വഖഫാണ്. പക്ഷെ കോളേജ് ചെയ്തത് അന്യായമാണ്, അനീതിയാണ്, വഖഫ് നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് കോളേജ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റായ വഴിയിലൂടെ കോളേജ് ചെയ്ത ഒരു കാര്യത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്നവർ കോളേജ് ചെയ്ത അനീതിയുടെ പാത്രമാകാൻ പാടില്ല. അത് വേറൊരു കാര്യമാണ്. അത് രണ്ടും ഒരുപോലെ തന്നെ കൊണ്ടുവരണം.